ബ്രിട്ടൻ സന്ദർശന സംഘത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറി. കെ ബാബുവിനെതിരെ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷത്തിന്റെ പിന്മാറ്റം. സി ദിവാകരനും കെ ടി ജലീലുമാണ് പിന്മാറിയത്. വിവരങ്ങളും വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുകയാണ്. സജേഷ്, കെ ബാബുവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന കാഴ്ച ഒന്ന്, നിരവധി ഔദ്യോഗിക പരിപാടികൾ തന്നെ കെ ബാബു ഉപേക്ഷിക്കുന്ന കാഴ്ച ഇന്നലെ കണ്ടതാണ് നമ്മൾ തൃശ്ശൂരിൽ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ അംഗങ്ങൾ കൂടി കെ ബാബുവുമായി സഹകരിച്ചുള്ള പരിപാടികളിൽ നിന്നും പിന്മാറുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ? അജിംഷാദ്, കെ ബാബുവിനെതിരായ നിലപാട് പ്രതിപക്ഷം കൂടുതൽ കടുപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ബ്രിട്ടനിലേക്കുള്ള യാത്രയിൽ നിന്ന് പ്രതിപക്ഷ നിയമസഭാ അംഗങ്ങൾ ഒഴിവായത്. ബ്രിട്ടനിലെ പാർലമെന്ററി അഫയേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നതിനായിരുന്നു കേരളത്തിൽ നിന്നുള്ള നിയമസഭാ സമിതി അംഗങ്ങൾ ബ്രിട്ടനിലേക്ക് പോകുന്നതിന് തീരുമാനിച്ചിരുന്നത്. പാർലമെന്ററി കാര്യ മന്ത്രിയായിട്ടുള്ള KC ജോസഫാണ് നേരത്തെ ഇതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ KC ജോസഫിന് തിരക്കായതിനാൽ കെ ബാബുവിനെ നേതാവായി നിശ്ചയിക്കുകയായിരുന്നു. സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് കെ ബാബു വന്നതോടുകൂടിയാണ് പ്രതിപക്ഷ നിയമസഭാ അംഗങ്ങൾ ഈ യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. KT ജലീലും സി ദിവാകരൻ MLAയുമായിരുന്നു ഈ യാത്രയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ. ഇരുവരും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. ഇതോടുകൂടി സർക്കാർ യാത്ര റദ്ദാക്കുകയായിരുന്നു. ഈ മാസം 19-നാണ് യാത്ര നിശ്ചയിച്ചിരുന്നത്. ഈ യാത്ര ഇപ്പോൾ റദ്ദാക്കിയതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്. ശരി, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ബ്രിട്ടൻ സന്ദർശന സംഘത്തിൽ നിന്നും പ്രതിപക്ഷം പിന്മാറിയിരിക്കുന്നു. കെ ബാബുവിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായത്. സി ദിവാകരനും KT ജലീലുമാണ് ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഒരുപാട് പ്രതിഷേധങ്ങൾ കെ ബാബുവിനെതിരെ ഉരുണ്ടുകൂടുന്ന സാഹചര്യം. തൃശ്ശൂരിലെ എക്സൈസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് എന്ന ഔദ്യോഗിക പരിപാടിയിൽ നിന്നും കെ ബാബു പിന്മാറുന്നു പ്രതിഷേധത്തെ തുടർന്ന്. ഇത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ യുവജന വിഭാഗങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെ ബാബുവിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ ഔദ്യോഗികമായ വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ശക്തമായ വരും ദിവസങ്ങളിൽ വരുന്ന പ്രതിഷേധം. ഒരുപക്ഷെ സജേഷ്, പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം കെ ബാബുവിനെ കൂടി അല്ലെങ്കിൽ കെ ബാബുവിനെതിരെ ശക്തമാക്കുന്നു അവരുടെ പ്രതിഷേധങ്ങൾ എന്നതിൻ്റെ സൂചനയായി ഇത് വായിച്ചെടുക്കാമോ? വരുന്ന ദിവസങ്ങളിലുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി ഈ പ്രതിഷേധങ്ങളിലൂടെ വായിച്ചെടുക്കാനാകും സജേഷ്? തീർച്ചയായും ഷാദ്, നവംബർ 30-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിൻ്റെ സൂചന കൂടിയായി ഇതിനെ കാണാം. കെ ബാബുവിനെതിരെ ആവശ്യത്തിന് തെളിവുണ്ടായിട്ടും കേസെടുത്തിട്ടില്ലെന്ന ശക്തമായ ആരോപണം കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷവും ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത്. നേരത്തെ ബിജു രമേശ് കെ ബാബുവിന് നേരിട്ട് പണം കൊടുത്തുവെന്ന ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ബിജു രമേശ് ആരോപണം ഉന്നയിച്ച മന്ത്രി KM മാണി രാജിവെക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനേക്കാൾ കടുപ്പിച്ച് കെ ബാബുവിൻ്റെ കാര്യത്തിൽ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ മുറിയിൽ നേരിട്ട് കൊണ്ടുപോയി പണം നൽകിയെന്നാണ് ബാബുവിൻ്റെ മൊഴി. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തെളിവുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കെ ബാബുവിനെതിരായിട്ടുള്ള മൊഴികൾ പോലും പരിഗണിക്കാതെ കേസ് എഴുതിത്തള്ളുന്ന നിലയിലേക്ക് വിജിലൻസ് നീങ്ങി. അതോടൊപ്പം തന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ പോലും കെ ബാബുവിൻ്റെ കാര്യത്തിൽ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല. വിജിലൻസിൻ്റെ മാനുവലിൽ പോലും പറയാത്ത പ്രാഥമിക അന്വേഷണം എന്ന അന്വേഷണമാണ് കെ ബാബുവിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിലെല്ലാം കടുത്ത വിയോജിപ്പ് പ്രതിപക്ഷത്തിനുണ്ട്. ബാബുവിനെതിരെയുള്ള നിലപാട് ശക്തിപ്പെടുത്താനുള്ള തീരുമാനവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ബ്രിട്ടനിലേക്കുള്ള സന്ദർശനം റദ്ദാക്കുന്നത്. പ്രതിപക്ഷ നിയമസഭാംഗങ്ങൾ കെ ബാബുവിനോട് ഒത്തുള്ള യാത്ര സജേഷ്, അതായത് കെ ബാബുവിനെതിരെ സി ദിവാകരൻ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സജേഷ്, ഒരിക്കൽ കൂടി സി ദിവാകരൻ, താങ്കളും KT ജലീലും പരസ്യമായി ഇത്തരത്തിലൊരു സംഘത്തിൽ നിന്ന് അല്ലെങ്കിൽ സന്ദർശനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന വിവരമാണ്. പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണോ കെ ബാബുവിനോടുള്ള? സി ദിവാകരൻ കേൾക്കാമെങ്കിൽ കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാം. പറഞ്ഞോളൂ. വ്യക്തിപരമായ വിഷയമൊന്നും ഇതിനകത്തില്ല. ഇല്ല. KC ജോസഫിന്റെ നേതൃത്വത്തിൽ KC ജോസഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ മന്ത്രിയാണ്. ഇത് കോമൺവെൽത്ത് കൺട്രീസിന്റെ MLAമാരെ കൂടെ ബ്രിട്ടനിലേക്ക് വിളിക്കാറുണ്ട്. അവരുടെ ഇൻവിറ്റേഷൻ, അങ്ങനെ ഇൻവിറ്റേഷൻ ഗവൺമെന്റ് വരും. ഏത് ഗവൺമെന്റ് ആയാലും വരും. ആ ഇൻവിറ്റേഷനിൽ ഡെലിഗേഷനിൽ പ്രതിപക്ഷത്തിൽ നിന്നുള്ള ആളുകളെ കൂടെ പങ്കെടുപ്പിക്കും.
അപ്പൊ KC ജോസഫിന്റെ ലീഡർഷിപ്പിലാണ് പോകുന്നതെന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോഴാണ് CPI എന്ന് ഞാനും CPM എന്ന് ജലീലിന്റെ പേര് ആ ഡെലിഗേഷനിൽ ഉൾപ്പെടുത്തിയത്. KC ജോസഫ് മാറി വേറെ ലീഡർഷിപ്പ് ആണെങ്കിൽ ഞങ്ങൾ പോവില്ല. അതാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതായത് KC ജോസഫ് മാറി ഇപ്പോൾ K ബാബു അതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തോ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞത്. കാരണം അത് ഞങ്ങളുടെ ആലോചിക്കാതെ ഡെലിഗേഷന്റെ ലീഡർഷിപ്പ് മാറ്റാൻ പാടില്ല. ഇത്തരത്തിൽ പ്രതിനിധികളുടെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഔദ്യോഗികമായ വിവരം ലഭിച്ചോ അതോ അനൌദ്യോഗികമായി അറിഞ്ഞതാണോ K ബാബു ആണെന്ന്? അനൌദ്യോഗികമായിട്ട് അറിഞ്ഞു. അറിഞ്ഞപ്പോൾ അത് ഞാൻ KC ജോസഫുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങളുടെ പൊസിഷൻ ഇതാണ്, ബാബു ആണെങ്കിൽ ഞങ്ങള് പ്രതിപക്ഷത്തിനുള്ള ജലീൽ ഞാനും വരാനുള്ള സാധ്യതയില്ല, താങ്കളുടെ നേതൃത്വത്തിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ശ്രീ ശ്രീ ദിവാകരൻ, അതായത് K ബാബുവിനോട് വ്യക്തിപരമായിട്ടുള്ള വിരോധമാണോ അതോ K ബാബുവിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണോ? ആ രാഷ്ട്രീയം കൂടി സമഗ്രമായി വ്യക്തമാക്കിയാൽ. അല്ല, വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ആർക്കും ആരോടും എതിർപ്പൊന്നും ഇല്ലല്ലോ. നമ്മൾ രാഷ്ട്രീയമായ കാര്യങ്ങളാണല്ലോ. രാഷ്ട്രീയ രംഗത്ത് ഇപ്പോ നടക്കുന്ന ഈ വിവാദങ്ങളുടെ നടുവില് അങ്ങനെ ഒരാളിന് വിവാദ വിധേയനായ ഒരാളിന്റെ നേതൃത്വത്തിലൊരു ഡെലിഗേഷൻ പോകുന്നതില് ഔചിത്യമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് ശ്രീ ദിവാകരൻ, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കോഴ കൈപ്പറ്റി അല്ലെങ്കിൽ നൽകി എന്ന് മാണിക്ക് സമാനമായ രീതിയിൽ തന്നെ ആരോപണ വിധേയനായ വ്യക്തിയാണ് K ബാബു. അങ്ങനെയുള്ള K ബാബു അഴിമതിക്കാരനാണ്. ആ K ബാബുവിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. ഈ സാഹചര്യത്തിൽ അങ്ങനെ K ബാബു നയിക്കുന്ന ഒരു സംഘത്തിൽ പോകുന്നത് ധാർമ്മികമായി ഞങ്ങൾക്ക് യോജിച്ചതല്ല. ഇതാണോ നിങ്ങൾ രണ്ടുപേരും അതിൽ നിന്ന് പിന്മാറാൻ കാരണം? അതുതന്നെ കാരണം. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ C ദിവാകരൻ. KT ജലീലും C ദിവാകരനും ബ്രിട്ടനിലേക്ക് പോകുന്ന സംഘത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. K ബാബു ആണ്, നേരത്തെ KC ജോസഫാണ് ഇത് നയിക്കും എന്നതാണ് വിവരം ലഭിച്ചിരുന്നത്. എന്നാൽ KC ജോസഫ് മാറുകയും K ബാബു ഇവരുടെ ഡെലിഗേഷനെ നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലുള്ള പ്രതിഷേധമാണ് C ദിവാകരനും ജലീലും പിന്മാറാൻ കാരണം. കോഴ ആരോപണം നിലനിൽക്കുന്നതിനാൽ K ബാബുവുമായി സഹകരിച്ച് അത്തരത്തിലൊരു യാത്ര നടത്തുന്നതിന് ധാർമ്മികമായി തങ്ങളുടെ രാഷ്ട്രീയം അനുവദിക്കുന്നില്ല എന്ന രാഷ്ട്രീയ നിലപാടാണ് ഈ വിഷയത്തിൽ അവർ മുമ്പോട്ട് വെക്കുന്നതെന്നും C ദിവാകരൻ പീപ്പിൾ TV യോട് പറഞ്ഞു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നേരത്തെ സജേഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.